നമുക്ക് കാലാവസ്ഥ വിശേഷങ്ങൾ പരിശോധിക്കാം സ്കൈ വാച്ചിലേക്ക്. അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് രണ്ട് ജില്ലകളിൽ മാത്രം അലേർട്ടുകൾ ഇല്ലാതെ നിൽക്കുന്ന ഒരു മാപ്പാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ അതേ മാപ്പ് നോക്കുമ്പോഴത്തേനും എല്ലായിടവും പച്ചയും ഒരിടത്ത് മാത്രം യെല്ലോ അലേർട്ടുമേ ഉള്ളൂ. മലപ്പുറത്ത് മാത്രമാണ് യെല്ലോ അലേർട്ട്. മലപ്പുറത്ത് ഇന്നിപ്പം നേരിയ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥ വകുപ്പ് പറയുന്നുണ്ട്. ഇത് നമ്മൾ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടുള്ള മാപ്പാണ്. ഇന്നലെ വരെ നമ്മൾ കണ്ടത് താപനില മുന്നറിയിപ്പ് മാപ്പായിരുന്നു. ഇന്നത്തേത് മഴ മുന്നറിയിപ്പ് മാപ്പാണ്. അപ്പം ഒരിടത്ത് മഴ മുന്നറിയിപ്പുണ്ട്. മലപ്പുറത്ത് ചെറിയ മഴയൊക്കെ പ്രതീക്ഷിക്കാം. ഇന്നലെയും സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും വേനൽ മഴ ലഭിച്ചിരുന്നെങ്കിലും ചൂടിന് കുറവൊന്നും വന്നിട്ടില്ല. ഇനി താപനില പരിശോധിച്ചാൽ വയനാടും ഇടുക്കിയും ഒഴികെയുള്ള 12 ജില്ലകളിലും താപനില കണക്കിലെടുത്ത് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. പാലക്കാട്ടെ താപനില 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുന്നു. കൊല്ലത്ത് 39 ഡിഗ്രി എത്തുന്നു. കോട്ടയത്ത് 38 ഡിഗ്രിയൊക്കെയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ ചൂട് 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കും താപനില. പകൽ രാവിലെ 11 മണി തൊട്ട് 3 മണി വരെയുള്ള സമയത്ത് വെയിൽ നേരിട്ടേൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കണം, അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം എന്നൊക്കെ കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേപോലെ നിർജ്ജലീകരണം ഒഴിവാക്കാൻ, ദാഹം തോന്നിയില്ലെങ്കിൽ പോലും കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വൈകുന്നേരത്തോടുകൂടി ചില സ്ഥലങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയുള്ള വേനൽ മഴയ്ക്കുള്ള സാധ്യത കൂടെ നിലനിൽക്കുന്നുണ്ട്. ഇന്നെന്തായാലും കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിനൊന്നും വിലക്കില്ല. നിലവിൽ ഈ ആഴ്ച ശരാശരിക്ക് മുകളിലോ വേനൽ മഴയാണ് കേരളത്തിൽ ലഭിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ മഴ ശക്തമാകുമെന്നും അന്തരീക്ഷം കുറച്ചുകൂടി തണുക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. നമുക്ക് എന്നത്തെയും പോലെ നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ താപനില ഒന്ന് പരിശോധിച്ചാൽ ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. തിരുവനന്തപുരത്തെ കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ് ആണ് വന്നിരിക്കുന്നത്. കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. എറണാകുളത്തെ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസുമാണ്. കോഴിക്കോട് ജില്ലയിൽ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസുമാണ്. അതേപോലെ തന്നെ കണ്ണൂരിൽ കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാലാവസ്ഥയൊക്കെ.